Hello, good evening all. Welcome to IFERS Economics Orientation Session. ഓക്കെ, നമ്മളിപ്പം ഇന്ന് ഇക്കണോമിക്സിന്റെ എങ്ങനെയാണ് ഇക്കണോമിക്സിൽ ഒരു നെറ്റ് ഓർ JRF നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള 3 മാസത്തിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളൊരു ഓറിയന്റേഷൻ സെഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഞാൻ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻസ് എന്ന് ഫസ്റ്റ് ടൈം നെറ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണോ അതോ ഇതിനു മുൻപ് നെറ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യോ. നിങ്ങൾ ഇതിനു മുൻപ് നെറ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഓൾറെഡി നെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് JRF എയിം ചെയ്യുന്ന ആൾക്കാരാണോ? ഒന്ന് കമന്റ് ചെയ്യോ. ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ UGC നെറ്റ് എക്സാം ഇപ്പൊ നമ്മുടെ ജൂൺ 2025 എക്സാം ഒക്കെ കഴിഞ്ഞ് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ഡിസംബർ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ എപ്പോ വേണമെങ്കിലും വരാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് നിൽക്കുന്നത് അല്ലെ. ഓക്കെ, സോ നമ്മള് നെറ്റ് എക്സാമിനെ പറ്റിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് പല സൈറ്റുകളിൽ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ പലരും പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങളും കേൾക്കാറുണ്ട്. അതിലൊക്കെ ഉപരി ഇതെന്താണ് എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് വേണം. നമ്മളൊരു ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. എക്സാം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സിലബസിൽ എന്തൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഓവറോൾ ഐഡിയ നമുക്ക് വേണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ ഓൾറെഡി നെറ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ എന്ന്. ഓക്കെ, അപ്പം UGC നെറ്റ് എക്സാമിന് നമ്മൾ അതിന്റെ പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ മോഡ് ഓഫ് എക്സാം എങ്ങനെയാണ്, അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ്, അതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം ഇത്തരത്തിലുള്ള ബേസിക് ഇൻഫോർമേഷൻസ് നമ്മൾ ആദ്യം ഡീൽ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മുടെ ഇക്കണോമിക്സിന്റെ പാർട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ UGC നെറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഓൾ ഇന്ത്യ ലെവൽ നടക്കുന്ന എക്സാം, ഒരു നേഷൻ വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. NTA ആണ് അല്ലെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ്. അപ്പം ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിന് നമുക്കിപ്പോ 3 ക്വാളിഫിക്കേഷൻസ് ആണ് കറന്റ്ലി നമുക്ക് NTA അല്ലെങ്കിൽ UGC നമുക്ക് അവൈലബിൾ ആക്കുന്നത്. ഒന്ന് നമ്മുടെ PhD ക്വാളിഫിക്കേഷൻ ഉണ്ട്, 2 നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ഉണ്ട്, മൂന്നാമത്തതാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഓക്കെ, അപ്പം മേ ബി നിങ്ങളിൽ പല ആൾക്കാരും കഴിഞ്ഞ അറ്റംപ്റ്റിലൊക്കെ PhD ഓൺലി ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നെറ്റ് ക്വാളിഫൈ ചെയ്ത് JRFന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. സോ എനിവേ, നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് JRF ക്വാളിഫൈഡ് ആണെങ്കിലും ഈവൻ നിങ്ങൾ PhD ഓൺലി എന്നുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് PhDക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളൊരു കോളേജിൽ നമ്മളൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഉള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിലും നമുക്ക് ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജൂനിയർ റിസർച്ച് ഫെലോ, അതാണ് നമ്മൾ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ഓക്കെ, അപ്പം ഇതെന്തായിരിക്കും, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് PhD ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിസർച്ചിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ചില യൂണിവേഴ്സിറ്റീസിൽ ഈ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും എന്താണ്, നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഒബ്വിയസ്ലി PhD ചെയ്യാനുള്ള അവസരമുണ്ട്. എങ്കിൽ പോലും ചില യൂണിവേഴ്സിറ്റീസിൽ എന്താണ്, നമുക്ക് JRFന് കിട്ടുന്ന ഈക്വൽ എമൗണ്ട് ഫെലോഷിപ്പ് നെറ്റ് ഹോൾഡേഴ്സിനും കിട്ടുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ IIMകളിൽ നമ്മുടെ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന അതേ ഒരു ഫെലോഷിപ്പ് എമൗണ്ടോട് കൂടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് PhDക്ക് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ,
ഞാൻ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. JRF അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആകുകയാണ്. ഓൾസോ നിങ്ങൾക്ക് PhD അഡ്മിഷൻ കിട്ടും. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ്, അതായത് ആ ഒരു ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്ലസ് നിങ്ങൾക്ക് റിസർച്ചിന് ജോയിൻ ചെയ്യാം. PhD അഡ്മിഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ, അതായത് ഒരു 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. ആ ഒരു വാലിഡിറ്റിക്കുള്ളിൽ നിങ്ങൾക്ക് PhD അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് UGC നെറ്റ് എക്സാമിന്റെ ഒരു ബേസിക് അല്ലെങ്കിൽ ഏറ്റവും ഒരു അടിത്തട്ടിലുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കോമൺലി എപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഈ മോഡ് ഓഫ് എക്സാമിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ എല്ലാ എക്സാം പാറ്റേണും ഏകദേശം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനു മുൻപ് ജൂൺ 2024 നമ്മുടെ എക്സാം പെൻ ആൻഡ് പേപ്പർ മോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊക്കെ ക്യാൻസൽ ചെയ്ത് നമ്മൾ പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സോ നമുക്ക് CBT ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. 2 ടേമുകളിലാണ് എക്സാം നടക്കുക. ജൂൺ സൈക്കിളും ഉണ്ടായിരിക്കും, നമുക്ക് ഡിസംബർ സൈക്കിളും ഉണ്ടായിരിക്കും. ടോട്ടൽ 3 hours ഉള്ളതായിരിക്കും നമ്മൾ എക്സാം. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി നമ്മൾ എക്സാം ആസ്പെക്റ്റിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 55% ആയിരിക്കണം. ജനറൽ കാറ്റഗറിക്ക് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യണമെങ്കിലുള്ള മാർക്ക് 50% ആയിരിക്കണം. നമ്മുടെ OBC SC ST ആ കാറ്റഗറിക്കൊക്കെ ഉള്ള മാർക്ക് എന്ന് പറയുന്നത് 50% ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ 4 ഇയർ ബാച്ചിലർ ഡിഗ്രി ആണ് എങ്കിൽ എന്തായിരിക്കണം, 75% ഓൺലി ഫോർ JRF ആൻഡ് PhD എന്നാണ് പറയുന്നത് കേട്ടോ. ഇതും നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഇതിന് ലിമിറ്റേഷൻ ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ നമ്മുടെ ഏജ് ലിമിറ്റ്, നെറ്റിന് വേണ്ടിയിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് below or equal to 30 years of age for the post of JRF ആണ്. JRFന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 30 വയസ്സ് അല്ലെങ്കിൽ ഈക്വൽ ടു 30 വയസ്സ് അല്ലെങ്കിൽ ബിലോ 30 ആയിരിക്കും. ഇനി നമുക്ക് നെറ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് എന്തില്ല, നമുക്ക് യാതൊരു വിധത്തിലുള്ള ലിമിറ്റേഷൻസും ഇല്ല. നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് എന്ത് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് നെറ്റ് എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് പ്രായം കൂടുമ്പം എന്താണ് നമ്മളെ JRFലേക്കുള്ള ദൂരം ഇങ്ങനെ നമ്മളിങ്ങനെ എത്രത്തോളം അതിലേക്ക് എത്താനുണ്ട് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക. അപ്പം എത്രയും പെട്ടെന്ന് JRF ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി നമ്മുടെ ഈ ഒരു മാർക്കിംഗ് സിസ്റ്റത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് കറന്റ്ലി നമുക്കിപ്പോ നെഗറ്റീവ് മാർക്കിംഗ് എന്തിലില്ല, നമ്മുടെ നെറ്റ് എക്സാമിന് ഇല്ല. ഓക്കെ, നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം NTA എപ്പം നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ടുവരും എന്നുള്ള കാര്യം നമുക്കറിയില്ല. കറന്റ്ലി ഇപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത പക്ഷം നമ്മൾ ഏത് വേണമെങ്കിലും നമുക്ക് കറക്കി കുത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അത് ശരിയോ തെറ്റോ, പക്ഷെ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കറന്റ്ലി അവിടെ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് അവിടെ ഉണ്ടായിരിക്കില്ല. ഇനിയാണ് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് 2 പേപ്പേഴ്സ് ആണുള്ളത്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഓക്കെ, അപ്പൊ പേപ്പർ 1 ആയിരിക്കും. നമുക്ക് പേപ്പർ 1ന്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. അതായത് എല്ലാ സബ്ജക്റ്റുകാരും ഒരേപോലെ പഠിക്കുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു പേപ്പർ എന്ന് പറയുന്നതാണ് നമ്മുടെ ജനറൽ പേപ്പർ അല്ലെങ്കിൽ പേപ്പർ 1. ഇതിൽ 10 മൊഡ്യൂൾസ് ആണുള്ളത്. നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ തുടങ്ങി നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷൻ വരെയുള്ള മൊഡ്യൂളുകളാണ് നമ്മുടെ പേപ്പർ 1ലുള്ളത്. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, 100 ആയിരിക്കും അതിന്റെ മാർക്ക്. ഇനി പേപ്പർ 2 ആണ് നമ്മുടെ ഇക്കണോമിക്സ് അല്ലെ. ഇക്കണോമിക്സിൽ നമ്മുടെ പേപ്പർ 1നെ പോലെ തന്നെ 10 മൊഡ്യൂളുകളാണുള്ളത്. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ 200 ആയിരിക്കും മാർക്ക്. അങ്ങനെ ടോട്ടൽ നമുക്ക് 300 ആയിരിക്കും മാർക്ക് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, 300 ആയിരിക്കും മാർക്ക്. അപ്പം ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു അനാലിസിസ് എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യാറുള്ളത് ഇക്കണോമിക്സിൽ നിന്നാണല്ലോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. സോ 100 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, നമുക്ക് അത് പഠിക്കാം. പേപ്പർ 1നെ അവിടെ സ്കിപ്പ് ആക്കാം.
എന്നുള്ള ഒരു മനോഭാവം പലപ്പോഴായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മുടെ നെറ്റ് ഓർ JRF ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ പേപ്പർ 2 എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേ ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ പേപ്പർ 1 നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഒരുപാട് സ്റ്റുഡൻസിന് മെന്റർ ചെയ്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും പേപ്പർ 2 സ്ട്രെസ് കൊടുത്ത് അതിങ്ങനെ പഠിച്ചു പോകും. പക്ഷെ എക്സാമിന് അവരുടെ മാർക്ക് പോകുന്നുണ്ടായിരിക്കുക പേപ്പർ 1 കേസിലായിരിക്കും. ഓക്കെ, ഇതിൽ ഏതാണ് പഠിക്കാൻ കുറച്ചും കൂടി ഈസി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് പേപ്പർ 1. കാരണം പേപ്പർ 1 അവർക്ക് കൃത്യമായിട്ടൊരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എന്റെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസിൽ നിന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പേപ്പർ 1 സംബന്ധിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 30 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മൾ JRF ആണെങ്കിലും നെറ്റ് ആണെങ്കിലും എയിം ചെയ്യുന്നത് എങ്കിൽ പോലും 30 മേലെ ക്വസ്റ്റ്യൻസ് പേപ്പർ 1 നമ്മൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒക്കെ ആശ്വസിച്ചിരിക്കാനുള്ള ഒരു സമാധാനം നമുക്ക് അവിടെ കിട്ടും. ഇനി പേപ്പർ 2 കേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്കറിയാം എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് കടല് പോലെ കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ അതിന്റെ അറ്റത്ത് നിന്ന് ചൂണ്ടയിടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചു കഴിയണമെങ്കിൽ നമുക്ക് ഒരിക്കലും NTA പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു നെറ്റിന്റെ സിലബസ് കവർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹെർക്കുലിയൻ ടാസ്ക്. നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ് സിലബസ് കംപ്ലീറ്റ്ലി പഠിക്കുക എന്നുള്ളത്. കാരണം എക്കണോമിക്സ് നമ്മളിപ്പം മൈക്രോ എക്കണോമിക്സിലെ കൺസ്യൂമർ ബിഹേവിയർ മുതലാണ് നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ അത് എൻഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിലാണ്. ഓക്കെ, ഇന്ത്യൻ ഇക്കോണമിയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഈ മൈക്രോ ഇക്കണോമിക്സിൽ തന്നെ നമ്മൾ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ, തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, അതിനെ തന്നെ നമ്മൾ ഒരു സബ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ തന്നെ നമുക്കൊരു 10-12 ഹെഡിന്റെ ഉള്ളിൽ നമുക്ക് ഉൾപ്പെടുത്താം. ആ 10-12 ഹെഡിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പല രീതിയിലും അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇക്കണോമിക്സിന്റെ സിലബസ് ഫുള്ള് കവർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ദെൻ വാട്ട്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ JRF ആണ് നിങ്ങളുടെ എയിം എങ്കിൽ നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മൾ ഈ ഒരു UG PG എക്സാമിനൊക്കെ ചെയ്യുന്ന ഒരു തെറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം പഠിച്ചിട്ട് എക്സാമിന്റെ 1 വീക്ക് മുമ്പ് എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മലമറിക്കാം എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതാണ് നമ്മൾ നെറ്റ് ഓർ JRF പ്രിപ്പറേഷനിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കുട്ടി ആദ്യം ചെയ്യേണ്ടത് ആ സിലബസ് എടുത്ത് വെച്ചിട്ട് എത്ര വട്ടം വായിക്കാൻ പറ്റുമോ ആ സിലബസ് റിപ്പീറ്റഡ്ലി വായിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ടോപ്പിക് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അല്ലാണ്ട് നെറ്റിന് സിലബസ് എന്താണെന്ന് പോലും അറിയാണ്ട് നാളെ മുതൽ ഞാൻ നെറ്റിന് പഠിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നടപടിയാവില്ല. ഓക്കെ, അപ്പൊ സിലബസിലുള്ള ടോപ്പിക്കുകൾ കൃത്യമായിട്ട് 1 ബൈ 1 നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി എഴുതി വെക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അങ്ങനെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ഓരോ യൂണിറ്റിൽ നിന്നും എത്ര എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു അനാലിസിസ് നമുക്ക് വേണം. ഏതൊക്കെ യൂണിറ്റിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് അവർ റിപ്പീറ്റഡ്ലി സെയിം കോൺസെപ്റ്റുകൾ ചോദിക്കുന്നുണ്ട് എന്നൊരു അനാലിസിസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ആ PYQ അറ്റൻഡ് ചെയ്യുമ്പം ഞാൻ ഗ്യാരണ്ടി ആണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഏരിയാസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി അവർ സിലബസിലുള്ള കാര്യങ്ങൾ ആയിരിക്കില്ല ചോദിച്ചിട്ടുണ്ടാവുക, പക്ഷേ ആ ഏരിയാസും അവർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവർക്കൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചില യൂണിറ്റുകളിൽ നമുക്കത് സാധിക്കില്ല. ഇപ്പൊ മണി ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിനൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ മാക്രോ ഇക്കണോമിക്സ്, മൈക്രോ ഇക്കണോമിക്സ്, ഇന്റർനാഷണൽ ഇക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ്, ഡെമോഗ്രഫി പോലുള്ള യൂണിറ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവർക്കൊരു ഏരിയ ഉണ്ട്.
അത് മനസ്സിലാക്കി ആര് സ്മാർട്ടായിട്ട് പഠിക്കുന്നു അവര് JRF ക്വാളിഫൈഡ് ആകും. ഓക്കെ. അല്ലാണ്ട് നാളെ മുതൽ ഞാനിപ്പോ നെറ്റിന്റെ സിലബസ് ഫുള്ള് കവർ ചെയ്യാമെന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ഇരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്ത് സിലബസ് ഫുള്ള് കവർ ചെയ്ത് പോകുന്ന കുട്ടി ക്വാളിഫൈഡ് ആവില്ല. ഉറപ്പാണ് ആ കാര്യത്തില്. ആരിതിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു അവര് ക്വാളിഫൈഡ് ആവും. ആ സ്മാർട്ട് വർക്കിംഗ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഏരിയ അനലൈസ് ചെയ്ത് ആ ഏരിയ പഠിച്ച് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുന്ന കുട്ടി ക്വാളിഫൈഡ് ആകും. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഒരു വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ആയിരിക്കും പിറ്റത്തെ വർഷം അവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കുക. പലവട്ടം ഇതേപോലെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിനു മുൻപ് എത്ര ആൾക്കാർ ഇതിൽ ക്വാളിഫൈഡ് ആകും എന്നുള്ള ഒരു ധാരണ നമുക്ക് വേണമല്ലോ. അതിൽ നമ്മൾ ആരടുത്താണ് കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്ക് തന്നെ വേണം. അപ്പം ടോട്ടലി ഒരു 9 ലക്ഷം പേരൊക്കെ എഴുതുന്ന എക്സാമിൽ ഒരു എക്കണോമിക്സിന്റെ എക്സാം എഴുതാൻ ഒരു 40,000 അല്ലെങ്കിൽ ഒരു 35,000ത്തിന്റെയും 40,000ത്തിന്റെയും ഇടയ്ക്കുള്ള ആൾക്കാരായിരിക്കും എക്കണോമിക്സിന്റെ എക്സാം എഴുതുന്നുണ്ടായിരിക്കുക. അത്രയും ആൾക്കാർ എഴുതുന്ന എക്സാമിൽ വെറും 6% പേരായിരിക്കും നെറ്റ് ക്വാളിഫൈഡ് ആകുക. ഓക്കെ. അതിൽ വെറും 1% പേര് മാത്രമായിരിക്കും JRF ക്വാളിഫൈഡ് ആകുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നെറ്റിന്റെ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ അത്രയും ആൾക്കാർ എഴുതുന്നതിൽ 94% ആൾക്കാരും എന്താണ് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു 6%ത്തിൽ ആര് കയറി പറ്റുന്നുവോ അവരായിരിക്കും എന്ത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത്. ഇനി 1% നമ്മൾ JRFന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1% ആളായിരിക്കും JRF ക്വാളിഫൈഡ് ആവുക. ഇപ്പൊ കറന്റ്ലി 1% എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടി പറ്റില്ല. ചില ടേമിലും 0.75% ഒക്കെ വരാറുണ്ട്. എങ്കിൽ പോലും ബാക്കി 99% ആൾക്കാരും പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള ധാരണ നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സാമിന് ഹെൽപ്പ് ചെയ്യും. ഒരു പരിധി വരെ നമ്മുടെ എക്സാമിന് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ എല്ലാവരും നെറ്റിന് പഠിക്കുന്നു എന്നാൽ ഞാനും നെറ്റിന് പഠിച്ചേക്കാം എന്നുള്ള ഒരു മനോഭാവം കൊണ്ട് നമ്മൾ ഈ സെമ്മിനൊക്കെ മഗപ്പ് ചെയ്ത് നടക്കുന്നത് പോലുള്ള പരിപാടി നമ്മൾ നെറ്റ് എക്സാമിന്റെ ആസ്പെക്റ്റിൽ നമുക്ക് പറ്റില്ല. കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എന്നതിലുപരി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ്ങും ഇന്ന ഏരിയാസ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കുക, ഇന്ന ഏരിയാസ് ആയിരിക്കണം ഏറ്റവും കൂടുതൽ മോസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക ഇന്ന ഏരിയാസ് എന്നായിരിക്കും എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. ഓക്കെ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ അപ്പിയർ ചെയ്യുന്നതിൽ ഒരു അർത്ഥമുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഈ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ ആസ്പെക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളതിലേക്കൊക്കെ വരുന്നതിന് മുൻപ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകും. ചില ടോപ്പിക് നമുക്കിപ്പം ബേസിക്കലി ഇക്കണോമിക്സിന്റെ കേസിൽ സ്പെഷ്യലി പറയുകയാണെങ്കിൽ ചില ടോപ്പിക്കുകൾ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. കാരണം അത് നമ്മുടെ സിലബസിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ ഇതിനു മുൻപ് കേൾക്കാത്ത കുറെ കോൺസെപ്റ്റുകൾ ഉണ്ട് അല്ലെ. ഇപ്പം നിങ്ങൾ ഈ ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അതൊക്കെ നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഷെപ്പേർഡ്സ് ലെമ്മ, ഹോട്ടലിംഗ് ലെമ്മ, റോയ്സ് ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മുടെ മൈക്രോ ഇക്കണോമിക്സ് എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ? എനിവൺ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാട്ടോ. ആരെങ്കിലും PGക്കോ UGക്കോ ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. യെസ്, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തില് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമുക്ക് എന്തായാലും എടുത്ത് മാറ്റി വെക്കാൻ ഉണ്ടായിരിക്കും. പക്ഷെ എക്സാം എഴുതി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലാകെ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ഉള്ള സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പറയും എക്സാം വളരെ ടഫായിരുന്നു. പക്ഷെ അതും നമ്മൾ ചിന്തിക്കുന്നതിലുള്ള മിസ്റ്റേക്ക് ആണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ടഫാണ് അല്ലെങ്കിൽ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എല്ലാരെ സംബന്ധിച്ചും ടഫായിരിക്കും. ഓക്കെ. അത് ആർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പം അതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ച് വെറീഡ് ആയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ. നമുക്ക് ടഫാണ് എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത്രയും കാണാത്ത ഒരു കോൺസെപ്റ്റ് ആണ് എങ്കിൽ ബാക്കി എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ഒരു പരിധി വരെയുള്ള എല്ലാ കുട്ടികൾക്കും അത് ടഫായിരിക്കും. ഓക്കെ. അത് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ റിസൾട്ടിനെ അധികം അഫക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ എവിടെ തോക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കോൺസെപ്റ്റുകൾ നമ്മൾ കൊണ്ട് തെറ്റിക്കുമ്പോഴാണ് നമ്മുടെ സ്കോർ ഏറ്റവും കുറഞ്ഞു വരുന്നത്. ഓക്കെ. ആവറേജ് ഒരു 120 സ്കോർ ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന മാർക്കാണ് അല്ലെ.
നമ്മള് ഈ യുജിക്ക് പഠിച്ചതും പിജിക്ക് പഠിച്ചതൊക്കെ വെച്ച് പോയി എഴുതുന്ന സമയത്ത് ഒരു 120 സ്കോറൊക്കെ ഓവറോൾ എല്ലാവർക്കും കിട്ടും. പക്ഷേ അതിന് മേലേക്ക് കടക്കുക എന്ന് പറയുന്നത് നല്ല ടാസ്ക് ആണ്. ഓക്കെ. ടു ബി ഫ്രാങ്ക് പറയാണ്, ആ ഒരു തട്ടിൽ അതായത് 120 ടു 140 കഴിഞ്ഞിട്ടുള്ള ആ ഒരു തട്ടിൽ നിന്ന് കടക്കുക എന്നുള്ളത് നല്ല പണിപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ മുൻപില് ഒരു ടേമിന് നമ്മുടെ മുമ്പിൽ മാക്സിമം 5 മാസമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടുക. 6 മാസം എന്ന് പറയുന്നു. പക്ഷെ 5 മാസം നമുക്ക് മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടൂല്ലേ? അതില് ഇന്നിപ്പോ ഞാൻ പഠിച്ചു. ഇന്ന് ഞാൻ പഠിച്ചു. നാളെ ഞാൻ വിചാരിക്കും, ഇന്നലെ ഞാൻ 3 മണിക്കൂർ പഠിച്ചല്ലോ. ഇനി നാളെ പഠിക്കാം. എന്നുള്ള പ്രോക്രാസ്റ്റിനേറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന രാത്രികളിൽ, നിങ്ങൾ പഠിക്കാതെ സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതല്ലാത്ത ഫംഗ്ഷനുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഒഴിവാക്കി ഒരുപാട് കുട്ടികളെ വെച്ച് ഒരുപാട് ജോലി തിരക്കിന്റെ ഇടയിൽ മദർ പ്ലസ് ഒരു സ്റ്റുഡന്റ് ആയിക്കൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരായിരിക്കും ക്വാളിഫൈഡ് ആകുക. ഓക്കെ. ഏറ്റവും സുഖകരമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ പഠിക്കുന്നവരായിരിക്കും ഇങ്ങനെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് പ്രോക്രാസിനേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അവരെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്രയും കംഫർട്ട് സോണിലായിരിക്കും പോകുന്നുണ്ടാവുക. ഈ കംഫർട്ട് സോണുകളൊക്കെ നിങ്ങൾ എപ്പോ പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നോ അന്ന് നിങ്ങൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകും എന്നുള്ളതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ. ഇനി നമ്മൾ എക്കണോമിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിലും എല്ലാവരും പറയുന്ന കേസാണ് ഇത്. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ടഫാണ് എക്സാം, ഭയങ്കര പാറ്റേണിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, ഭയങ്കര മാത്തമാറ്റിക്കൽ ആണ്. എന്തെങ്കിലും ഒരു എക്സും വൈയും ഒക്കെ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ടെൻഷനാണ്. ഭയങ്കര മാത്തമാറ്റിക്സ് ആയിരുന്നു, അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് ആണ് മുഴുവൻ ചോദിച്ചത്. എല്ലാവരും പറയുന്ന ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ് ഫുൾ എക്കണോമെട്രിക്സ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ പൊതുവിലുണ്ടോ? അതായത് ഇപ്പൊ എന്റെ ഈ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കുറെ മാത്തമാറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഫുൾ എക്കണോമെട്രിക്സ് ആണ് ചോദിച്ചത് എന്നൊക്കെ നിങ്ങൾ പണ്ട് ഈ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വിചാരിക്കാറുണ്ടായിരുന്നോ? പറയൂ നിങ്ങളുടെ ഒപ്പീനിയൻ ചാറ്റ് ബോക്സിൽ. അല്ല, നിങ്ങൾക്ക് എന്താ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ളത്? ഈ റീസെന്റ് എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ അതിന് മുൻപുള്ള എക്സാം ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇതിങ്ങനെ ഇതിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ ഇനിയിപ്പോ പാറ്റേൺ മാറിയിട്ടില്ല എന്നാണോ നിങ്ങളുടെ ഒപ്പീനിയൻ? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയാട്ടോ. ആർക്കും ഒരു അഭിപ്രായമില്ല, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് എൻ ടിയുടെ. ഓക്കെ. ഒരാള് ഡിസംബർ സൈക്കിളിൽ നെറ്റ് കിട്ടി എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അയാൾക്ക് എന്തായിരുന്നു? യെസ്, കഴിഞ്ഞ ജൂണില് പാറ്റേൺ മാറി എന്ന് പറയുന്നവരുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? അതായത് നമ്മളൊരു 2020 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് കുറച്ചൊരു ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഗതി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. യെസ്, കുറച്ചു പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാറ്റേൺ ഓൾട്ടർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പാറ്റേണിലല്ല നമുക്കൊരു ഓൾട്ടറേഷൻ വന്നിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്ന ഏരിയാസിനെ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആക്കി എന്നുള്ളതാണ് ഇവിടെ നടന്നിട്ടുള്ള കാര്യം. ഓക്കെ. മേ ബി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പം ഓ ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് ഈ കോൺസെപ്റ്റ് ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് കാണുന്ന സമയത്ത് ഫുള്ള് പാറ്റേൺ മാറ്റി എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് എപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഇക്കണോമിക്സിന്റെ കേസിൽ അത് എപ്പോഴും നടക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു ഗോൾഡൻ യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്. നമ്മുടെ മൈക്രോ ഇക്കണോമിക്സ്, മാക്രോ ഇക്കണോമിക്സ്, നമ്മുടെ ഇന്റർനാഷണൽ ഇക്കണോമിക്സ്, നമ്മുടെ പബ്ലിക് ഫിനാൻസ്, നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സും ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സ്റ്റാറ്റി ഇക്കണോമെട്രിക്സ്, അത്തരത്തിലുള്ള കുറച്ച് മൊഡ്യൂളുകൾ നമുക്ക് എപ്പോഴും ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഇത് നമ്മൾ അത്രയും അടിപൊളിയായിട്ട് പഠിച്ചു പോവേണ്ട ഒരു മൊഡ്യൂളുകളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂളുകൾ ആദ്യം എടുത്ത് പഠിക്കും.
അതായത് മണി ആൻഡ് ബാങ്കിങ്, നമ്മുടെ ഡെമോഗ്രഫി, അതുപോലുള്ള മൊഡ്യൂളുകൾ നമ്മൾ ആദ്യം എടുത്ത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വെക്കും. അപ്പൊ നമ്മൾ സ്വന്തം അസ്യൂം ചെയ്യും, ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു, സെറ്റ് ആണ് എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് വിചാരിക്കും. പക്ഷെ നിങ്ങൾ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെയിറ്റേജ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ യൂണിറ്റിൽ നിന്നും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരിക്കുക. എല്ലാ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഇവിടെ നിങ്ങൾ എടുത്തു നോക്കിക്കേ, നമ്മുടെ ഏറ്റവും ടോപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മുടെ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ ഇക്കണോമിക്സിൽ ജൂൺ 2025 ചോദിച്ചിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 11 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആ 11 ക്വസ്റ്റ്യനിൽ ഡിസംബർ 2024 വരുന്ന സമയത്ത് നമുക്കത് 12 പിന്നെ 14 ജൂണിൽ 17 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2023 15 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കട്ട് ആൻഡ് ഷുവർ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും എന്ത്, മോർ ദാൻ 10 ക്വസ്റ്റ്യൻ മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന് നമുക്ക് ചോദിക്കും. അത് ഉറപ്പാണ്. ഒരു ടേമിൽ പോലും മൈക്രോയിൽ നിന്ന് 10ൽ കുറവ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അത് ഉറപ്പാണ്. ഇനി മൈക്രോയിലെ ഏതൊക്കെ ഏരിയയിൽ നിന്ന് നമ്മളെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് നമുക്ക് കണ്ടെത്തണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പുറകിലേക്ക് ഒന്നും പോണ്ട, 2020 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, നോക്കുക. അതിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കൺസ്യൂമർ ബിഹേവിയറിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി 2 മുതൽ 3 ക്വസ്റ്റ്യൻ വരെ മിനിമം ആണ് ഞാൻ പറയുന്നത്. 2 മുതൽ 3 ക്വസ്റ്റ്യൻ വരെ നമ്മുടെ ഗെയിം തിയറി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത് നാഷ് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഡോമിനന്റ് സ്ട്രാറ്റജി കണ്ടുപിടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഗെയിം കണ്ടുപിടിക്കാനായിരിക്കാം. അതെന്തോ ആയിക്കോട്ടെ, ഇതിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പേടിച്ചൊഴിവാക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ഈ നാഷ് ഇക്വിലിബ്രിയം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അയ്യോ നമുക്ക് ഭയങ്കര ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ പിൻഡിക് ആൻഡ് റുബിൻഫീൽഡ് എന്ന് പറഞ്ഞിട്ട് മൈക്രോ എക്കണോമിക്സിന്റെ റെഫറൻസ് ടെക്സ്റ്റ് ഉണ്ട്. ആ പിൻഡിക് ആൻഡ് റുബിൻഫീൽഡ് ടെക്സ്റ്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ ആ സ്റ്റേറ്റ്മെന്റ് അതേപോലെ എടുത്തിട്ടാണ് NTA ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പേ ഓഫ് മെട്രിക്സ് ഒക്കെ തരും, എന്നിട്ട് അതിന്നൊക്കെ നാഷ് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലെ. അതും എന്താ നടക്കുന്നത്, ആ പിൻഡിക് ആൻഡ് റുബിൻഫീൽഡിന്റെ ബുക്കിൽ നിന്ന് ആ വാല്യൂസ് മാത്രം ഓൾട്ടർ ചെയ്യുന്നേ ഉള്ളൂ അവര്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ടേമുകളും നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം തിയറി ആയിക്കോട്ടെ, കൺസ്യൂമർ ബിഹേവിയർ ആയിക്കോട്ടെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഇവിടുന്ന് നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ട് അതിന്റെ ഹോമോജിനിറ്റി തെളിയിക്കാനാണെങ്കിലും ഒക്കെ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് കർവുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മുടെ അസിമെട്രിക് ഇൻഫോർമേഷൻ പറയാറുണ്ട്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ എന്തിലും ഡീൽ ചെയ്യുന്നുണ്ട്, പബ്ലിക് എക്കണോമിക്സിലും ഡീൽ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് അസിമെട്രിക് ഇൻഫോർമേഷനും മാർക്കറ്റ് ഫെയിലിയറിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി ഈ ഗെയിം തിയറിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എന്ത്, മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആ മാർക്കറ്റ് സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കട്ട് ആൻഡ് ഷുവർ ആയിട്ട് വരുന്നു പറയാൻ പറ്റുന്ന ഏരിയ ആണ്. ഓക്കെ, അല്ലാതെ നമ്മൾ ആദ്യം മുതലേ ഡിമാൻഡ് എന്താണ്, ലോ ഓഫ് ഡിമാൻഡ് എന്താണ് എന്ന് മുതൽ പഠിക്കുകയാണെങ്കിൽ എക്കണോമിക്സ് നമുക്ക് ജീവിതകാലം മുഴുവൻ പഠിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏരിയാസ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഏരിയാസ് ആണ്. അപ്പം ഇത് മനസ്സിലാകണമെങ്കിൽ കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ മാക്രോയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഈ റീസെന്റ് നടന്നിട്ടുള്ള എക്സാമുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മൈക്രോനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, മാക്രോ ഇക്കണോമിക്സിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ഈ ജൂൺ ടേമില് നമുക്ക് 14 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഡിസംബറിലാണെങ്കിൽ 17 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ ജൂൺ 2024 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാൻസൽഡ് എക്സാമും റീ എക്സാം ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. 15 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഡിസംബർ 2023 15 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, ഇതും നമുക്ക് എന്താണ്, മോർ ദാൻ 12 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മൈക്രോനെക്കാട്ടിലും കൂടുതൽ നമുക്ക് റിപ്പീറ്റഡ് ഏരിയാസും അതേപോലെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നത് മാക്രോയിലാണ്. ഓക്കെ, നമ്മുടെ ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. നമ്മുടെ റാഷണൽ എക്സ്പെക്ടേഷനും ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സും തമ്മിൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫിലിപ്സ് കർവും അഡാപ്റ്റീവ് എക്സ്പെക്ടേഷനും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ഓഫ് തോട്ടിന്റെ ക്രോണോളജി റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ് നമ്മളടുത്ത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കൺസംഷൻ തിയറീസിന്റെ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിലെ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കാം. ഡിമാൻഡ് ഫോർ മണി ക്രോണോളജിക്കലി നമ്മളടുത്ത് റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. ഇങ്ങനെ അവർക്ക് കുറച്ച്
സ്പെസിഫൈഡ് ഏരിയാസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഒക്കെ ഉണ്ട്. ഈ മെത്തേഡിൽ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കണക്ട് ചെയ്ത് ബാക്കി 2 മെത്തേഡും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് റിപ്പീറ്റഡ്ലി എത്രയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏരിയ ഏതാണോ അതിനെ മനസ്സിലാക്കി അതിന്റെ 3 ഓപ്ഷൻസും, അതായത് നമ്മൾ ആകെ ചെയ്യുന്നത് ആ ശരി ഓപ്ഷൻ മാത്രം അങ്ങ് പഠിച്ചിട്ട് പോകും, അത് തെറ്റാണ്. ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇനി നമ്മൾ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ആ 4 ഓപ്ഷൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കോൺസെപ്റ്റലി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതായത് ആ കോൺസെപ്റ്റിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ഹോൾ ഏരിയ നമുക്ക് അങ്ങനെ കവർ ചെയ്യാനും പറ്റും. ഓക്കെ, അല്ലാണ്ട് ഫുൾ സിലബസ് കവർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിയാവുന്ന കേസല്ല. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമെട്രിക്സ് ആണ്. എക്കണോമെട്രിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാവാറുണ്ട്. പക്ഷേ ദാമോദര ഗുജറാത്തിയുടെ ബുക്കിൽ എന്ത് കൊടുത്തിട്ടുണ്ടോ അതേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റെഫറൻസ് ടെക്സ്റ്റ് ഒക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ദാമോദർ ഗുജറാത്തിയുടെ ബുക്ക് കൃത്യമായിട്ട് എടുക്കുക. അതിൽ സ്പെസിഫൈ ചെയ്തിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് അതേപോലെ ഒരു വേർഡ് പോലും എലിമിനേറ്റ് ചെയ്യാതെ അവർ ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് വൈഫറിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വട്ടത്തെ എക്സാമിലൊക്കെ കൃത്യമായിട്ട് നമ്മുടെ എക്കണോമെട്രിക്സിന്റെ സെഷനിൽ സ്പ്യൂരിയസ് റിഗ്രഷനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞോ, ആ എന്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തോ അതിലെ ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാതെയാണ് ക്വസ്റ്റ്യൻസ് എക്കണോമെട്രിക്സിൽ നിന്ന് നമ്മളെടുത്ത് ചോദിക്കാറ്. നമ്മുടെ അസംഷൻ വയലേഷനിൽ നിന്ന് ഹെട്രോസ്കെഡാസിറ്റി ആയിക്കോട്ടെ, ഓട്ടോ കോറിലേഷൻ ആയിക്കോട്ടെ, മൾട്ടി കോളിനേറ്റ് ആയിക്കോട്ടെ, ഇതിൽ ഏതെങ്കിലും ഒരു ഡിറ്റക്ഷനോ അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസോ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് നമ്മുടെ സ്റ്റേഷനറി, നോൺ സ്റ്റേഷനറി കോൺസെപ്റ്റുകൾ, ടൈം സീരീസ് അനാലിസിസ്. അതിലെ കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ആയിരിക്കാം, റാങ്ക് അല്ലെങ്കിൽ ഓർഡർ കണ്ടീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലാസിക്കൽ ലീനിയർ അസംഷൻസ് ആയിരിക്കാം. ഓക്കെ, ഈ ഏരിയ നിന്നായിരിക്കും നമ്മളെടുത്ത് സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരിക്കുക. ഈ ഒരു ബോധം നമുക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോജിക്ക് സ്മാർട്ട് ആയിട്ട് നമുക്ക് കത്തണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് നമ്മൾ സിലബസ് കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ആവില്ല. ഏരിയ പഠിക്കണമെങ്കിൽ PYQs ചെയ്തേ പറ്റുള്ളൂ. ഇനി നമ്മുടെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ നമുക്കിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കളിക്കാറുണ്ട് എല്ലാ വട്ടവും ചോദിക്കുന്ന സാധനങ്ങൾ. പക്ഷെ നമുക്ക് മൈക്രോ കുറച്ചും കൂടെ നമുക്ക് ആപ്ലിക്കബിളി വരുന്ന ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് മാത്സിൽ കുറച്ച് പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, മൈക്രോയിൽ നിന്ന് നമ്മളെടുത്ത് ഇപ്പൊ ഒരു മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ചെയ്യണമെങ്കിലും നമുക്ക് മാത്സിൽ ഒരു ബേസ് നമുക്ക് വേണം. ഇപ്പൊ മാത്തമാറ്റിക്കലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒപ്റ്റിമൈസേഷൻ, കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി മെട്രിസിസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ മേ ബി നമുക്ക് ഡിഫൈൻഡ് ആണോ അല്ലയോ എന്ന് ചോദിക്കാറുണ്ട്, റാങ്ക് കാണാൻ ചോദിക്കാറുണ്ട്, ഏഗൺ വാല്യൂ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള റിപ്പീറ്റഡ്ലി മെട്രിക്സിൽ നിന്ന് നമ്മളെടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട്, ഇപ്പൊ ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ് തന്നത് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടുന്ന ബണ്ടിൽസ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ മാർജിനൽ കോൺസെപ്റ്റ് ഏറ്റവും ബേസിക് അതാണ്. മാർജിനൽ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഓവറോൾ നമുക്ക് ഒരുപാട് ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് നമ്മുടെ ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ അവിടുത്തെ ഒരു ബേസ് എന്ന് പറയുന്നത്. ആ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ എല്ലാ കാര്യം നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പിന്നെ നമ്മൾക്ക് റിപ്പീറ്റഡ് ചോദിക്കുന്നത് എന്താണ്? കൺസ്യൂമർ സർപ്ലസും പ്രൊഡ്യൂസർ സർപ്ലസും. ഓക്കെ, ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോരോ ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാറുണ്ട് ഇന്റഗ്രേഷനിൽ നിന്ന്. അതൊന്ന് കൺസ്യൂമർ സർപ്ലസോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സർപ്ലസോ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ മേ ബി കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കാം, പക്ഷെ കൃത്യമായിട്ട് അത് ചെയ്യാൻ അറിയുന്ന കുട്ടിക്ക് അത് ഈസി ആയിരിക്കും. ഓക്കെ, അതങ്ങനെ എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ട് ചെയ്യാതിരിക്കും. അപ്പം അങ്ങനെ എല്ലാവരും പേടിച്ച് ചെയ്യാതിരിക്കുന്ന സാധനമൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ടാക്ടിക്കലി ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിട്ട് അതിന്റെ സ്കോർ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ നമ്മൾ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ 10ൽ 10ഉം വേണമെങ്കിൽ ശരിയാക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഇന്റർനാഷണൽ ഇക്കണോമിക്സ്. ഓക്കെ, ഇതിലാകെ നമുക്കൊരു ടഫ് എന്ന് പറയാനുള്ളത് നമ്മുടെ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിന്റെ കോൺസെപ്റ്റും നമ്മുടെ മുണ്ടേൽ ഫ്ലമിംഗ് മോഡലും ഒക്കെയാണ്. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഇതിനൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യിപ്പിക്കാറുള്ളൂ. പക്ഷെ കൃത്യമായിട്ട് മുണ്ടേൽ ഫ്ലമിംഗ് മോഡൽ പഠിക്കാനും സ്പെസിഫിക് ടെക്നിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഇന്റർനാഷണൽ ഇക്കണോമിക്സിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന് നമ്മുടെ ട്രേഡ് തിയറീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിന് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ട്രേഡ് തിയറി എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അത് ന്യൂ ട്രേഡ് തിയറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രഡീഷണൽ തിയറി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു തിയറി എടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മളടുത്ത് നമ്മുടെ റിപ്സിൻസ്കി തിയറത്തിനെ പറ്റി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറത്തിനെ പറ്റി ചോദിക്കാറുണ്ട്, ഇൻമിസറൈസിംഗ് ഗ്രോത്തിനെ പറ്റി ചോദിക്കാറുണ്ട്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറിനെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു തിയറി എടുത്തിട്ട് രണ്ടോ അതിലധികമോ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതിലിപ്പോ നിങ്ങൾ റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് ഈ ഗ്രാവിറ്റി മോഡല്, സ്പെസിഫിക് ഫാക്ടർ മോഡല്, അത്തരത്തിലുള്ള തിയറീസിൽ നിന്ന് ഇപ്പൊ 2-3 ടേം ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് റിപ്പീറ്റഡ്ലി. പക്ഷെ അത് കോൺസെപ്റ്റ് വളരെ ചെറിയ കോൺസെപ്റ്റ് ആണ്, പക്ഷെ നമ്മളത് ഒരിക്കലും കേൾക്കാത്ത സാധനമാണല്ലോ എന്ന് തെറ്റിദ്ധരിക്കും. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് ട്രേഡിൽ നിന്ന് ഡെഫിനറ്റ്ലി ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മുടെ BOP പോർഷനിൽ നിന്നാണ്. ഓക്കെ, അതിൽ നമ്മളെ കറണ്ട് അക്കൗണ്ടോ ക്യാപിറ്റൽ അക്കൗണ്ടോ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതും നമുക്ക് വരാം എന്നൊരു പ്രഡിക്ഷൻ നടത്താൻ പറ്റുന്ന ഏരിയ ആണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ മുണ്ടേൽ ഫ്ലെമിംഗ് മോഡല്, പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ റീജിയണൽ കോർപ്പറേഷൻസ്, നമ്മുടെ ഗാട്ട്, WTO, IMF, അത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ, പിന്നെ നമ്മുടെ സാർക്ക് മുതലായ ആസിയാൻ മുതലായിട്ടുള്ള കോർപ്പറേഷൻസ്, അത്തരത്തിലുള്ള ഏരിയാസിൽ നിന്നായിരിക്കും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. ഈ WTO ഗാട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് അതിങ്ങനെ ഫുള്ളി ബൈഹാർട്ട് പഠിക്കുകയല്ല നമുക്ക് വേണ്ടത്. നമ്മൾ അതിന്റെ ഹെഡ് ക്വാർട്ടർ, അതിന്റെ ഇയർ, അതിന്റെ റൗണ്ടുകൾ ഇങ്ങനെ കുറെ വട്ടം, ഒരു 3-4 വട്ടം നമ്മളിങ്ങനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്ത് നോക്കുന്നു. ഈ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഗാട്ടിന്റെ ആയിക്കോട്ടെ WTO ആയിക്കോട്ടെ റൗണ്ടുകൾ റീസെന്റ് നടന്നിട്ടുള്ള എക്സാമിനും ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ ഏരിയ. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മള് PYQs അറ്റൻഡ് ചെയ്യണം. ഇനി നമുക്ക് ഒരു പ്രിപ്പറേഷൻ നമ്മള് തുടങ്ങുന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മള് പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിലബസ് വായിക്കുക. സിലബസ് വായിച്ച് തറവാക്കുക. ഇനി നമുക്ക് ഒട്ടും സമയമില്ലാത്ത ഒരു ആളാണ് നമ്മൾ എങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാജുവേഷന്റെ പോസ്റ്റ് ഗ്രാജുവേഷന്റെ നോട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അധികം നമുക്ക് അങ്ങനെ റെഫർ ചെയ്യാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ നമ്മുടെ സമയപരിമിതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിന് വേണ്ട വാലിഡ് ആയിട്ടുള്ള സോഴ്സ് കണ്ടെത്തുക. ഓക്കെ, നമുക്ക് അവിടുന്നും ഇവിടുന്നും ഒക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള റിസോഴ്സസ് കണ്ടെത്തുക. അതിന്റെ കൂടെ മിനിമം ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു 5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പ്രിന്റ് എടുത്തിട്ടെങ്കിലും കയ്യിൽ വെക്കുക. ഓക്കെ, പ്രിന്റ് എടുക്കണമെന്ന് നിർബന്ധമല്ല. പക്ഷേ നമ്മൾ ഈ ഫോണിൽ നോക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് പല സ്ഥലങ്ങളിലേക്കും ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലുള്ളത്. ഓക്കെ, ഇത് പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഈ PYQ മാത്രം വർക്ക്ഔട്ട് ചെയ്തിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അവര് PYQ മാത്രം പഠിച്ച് അതിന്റെ 3 ഓപ്ഷൻസ് പഠിച്ച് അങ്ങനെ ഏരിയാസ് കവർ ചെയ്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഇനി ടോപ്പിക് വൈസ് നിങ്ങൾ സോർട്ട് ചെയ്യുക. ഞാനിപ്പോ ഈ നേരത്തെ കാണിച്ചില്ലേ, ഏറ്റവും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കോൺസെപ്റ്റുകൾ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന യൂണിറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ ഒരു കോൺസെപ്റ്റ് എത്ര വട്ടം റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ മാക്രോന്റെ കേസ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഫിലിപ്സ് കർവ് റിപ്പീറ്റ് ചെയ്തതിന് നമുക്ക് കയ്യും കണക്കൂല. ഓക്കെ, അല്ലെങ്കിൽ റാഷണൽ എക്സ്പെക്ടേഷൻ റിപ്പീറ്റ് ചെയ്തതിന് നമുക്ക് കയ്യും കണക്കൂല. ഓക്കെ, അല്ലെങ്കിൽ ISLM ഫ്രെയിംവർക്ക്, ISLM ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. ISLM നിന്ന് 2 ക്വസ്റ്റ്യൻ എങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മാർക്കിൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന അടിസ്ഥാനത്തിൽ അതിന്റെ വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. ഇനി നാലാമത്തെ സ്റ്റെപ്പ് നോക്കിക്കേ, ഏറ്റവും ഹിഡൻ ആയിട്ടുള്ള ഗ്യാപ്പുകൾ നമ്മൾ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ സിലബസിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ അത് റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. ഈ ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത് ഡിസംബർ 2023 അതിനു മുൻപ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ഇത് ചോദിച്ചിട്ടില്ല. ഓക്കെ, പക്ഷേ അതിനുശേഷം നമ്മുടെ ഈ റീസെന്റ് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ചോദിച്ചു. ഓക്കെ, അതേപോലെയാണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ മെട്രിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബോർഡഡ് ഹെസ്സിയൻ മെട്രിക്സോ ഹയർ ഓർഡർ ഹെസ്സിയൻ മെട്രിക്സോ ഒന്നും അധികം ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ അതും ഈ 2023 ശേഷമാണ് ഹെസ്സിയൻ മെട്രിക്സ് ചോദിക്കാൻ തുടങ്ങിയത്. റീസെന്റ് നമ്മുടെ ഈ സ്പെഷ്യൽ മെട്രിക്സിന്റെ ഏരിയയിൽ നിന്ന് ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്, അതും നമ്മുടെ ജൂൺ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള സ്പെഷ്യൽ ഏരിയാസ് നമ്മൾ മനസ്സിലാക്കി അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു വിശകലനം കൂടി നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി എപ്പോഴും ഞാനിപ്പോ ഈ സെഷനിൽ ഫുള്ള് നിങ്ങളത് റിപ്പീറ്റഡ്ലി പറഞ്ഞതാണ് എന്താണ് PYQs ഇമ്പോർട്ടന്റ് എന്ന്. നമുക്ക് ഒരു
എങ്ങനെ നമ്മളൊരു എക്സാമിനെ അപ്രോച്ച് ചെയ്യണം എന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ്. ഓക്കെ. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്ന രീതി പോലും ചിലപ്പോൾ മനസ്സിലാക്കാണ്ട് നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പൊതുവെ ഇങ്ങനെ അസ്യൂം ചെയ്യും കോൺസെപ്റ്റ് എനിക്ക് ക്ലിയർ ആണെന്ന്. പക്ഷേ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്തായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സാധനം അതേപോലെ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന് മുൻപത്തെ ടേമുകളിൽ ഇത് എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഓക്കെ. ഇനി നിങ്ങളുടെ സ്റ്റഡി ടൈമിനെ നിങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഒരേ സിറ്റുവേഷൻസിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കില്ല. എല്ലാവരും വരുന്ന സിറ്റുവേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. മേ ബി നിങ്ങളൊരു മദർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു മദർ പ്ലസ് സ്റ്റുഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്കിംഗ് വുമൺ ആയിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് ആയിരിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ സമയം നിങ്ങൾക്കേ അറിയുള്ളൂ അല്ലെ. നമ്മള് സ്റ്റഡീനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഷെഡ്യൂളിനെ മാറ്റുക. ഓക്കെ. ഇനിയിപ്പോ ഒരു 3 മണിക്കൂർ മാത്രമേ ഒരു ദിവസം പഠിക്കാൻ കിട്ടുന്ന ആളാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ് ഇങ്ങനെ കവർ ചെയ്യല്ലാണ്ട് അയാൾ PYQസിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി വേണ്ട പോട്ടെ, ഒരു ദിവസം ഒരു 7-8 മണിക്കൂർ പഠിക്കാൻ കിട്ടുന്ന ആളാണെങ്കിൽ അദ്ദേഹം അതിനനുസരിച്ച് വേണം സ്റ്റഡി ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി സിലബസിൽ മാത്രം നിങ്ങൾ ലിമിറ്റഡ് ആയി പോവരുത്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ്ട്രാ ഔട്ട് ഓഫ് ദി ബോക്സിൽ നിന്ന് നമുക്ക് വരാം. ആ ഔട്ട് ഓഫ് ദി ബോക്സ് നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി നമുക്ക് നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ചോദിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡിസംബർ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട് ഇൻ സീക്വൻസ് ഓഫ് ദെയർ occurrence സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഓൾഡസ്റ്റ്. ഓക്കെ. അപ്പം ഏറ്റവും ആദ്യം വന്നതിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. നമുക്ക് ഫിസിയോക്രാറ്റ്സിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഓപ്ഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല, കോഡ് എന്താണെന്ന് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഇത് സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് നമുക്ക് ഡിസംബർ 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കിക്കേ, ജൂൺ 2024 ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ആകെ ഇവിടെ ന്യൂ കനീഷ്യൻസ് ഇല്ലായിരുന്നു, അത് മാത്രം ഇങ്ങോട്ട് ആഡ് ചെയ്തു. അറേഞ്ച് ദ സ്കൂൾ ഓഫ് തോട്ട് ഇൻ മാക്രോ ഇക്കണോമിക്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഫ്രം ദ ഓൾഡസ്റ്റ് ടു മോസ്റ്റ് റീസെന്റ്. ഓക്കെ. ഇപ്പൊ നോക്കിക്കേ, ഇവിടെയുള്ള ഈ ക്ലാസിക്കൽസും മോണിറ്ററിസ്റ്റും കെനീഷ്യൻസും ന്യൂ ക്ലാസിക്കൽസും ഒക്കെ എപ്പോഴാണ് വന്നത് എന്നറിയുന്ന ആളാണെങ്കിൽ എന്താണ് സുഖമായിട്ട് അവിടെ ആൻസർ ചെയ്യായിരുന്നു. ഇത് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇനി നമ്മുടെ ഇന്റർനാഷണൽ നോക്കിക്കേ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. ഓക്കെ. അതിലൊരു സ്റ്റേജ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഏതാണ്? The imitating country starts producing the product for domestic consumption. അതായത് ഇമിറ്റേറ്റിംഗ് കൺട്രി ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് ആണ്. ഏതാണ് എന്നായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് ജൂൺ 2022 ചോദിച്ചെങ്കിൽ ഡിസംബർ 2022 എടുത്ത് നോക്കിക്കേ. ഇൻ വിച്ച് സ്റ്റേജ് ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി ദ ഇമിറ്റേറ്റിംഗ് കൺട്രി സ്റ്റാർട്ട് സെല്ലിംഗ് ദ ഇന്നോവേറ്റിംഗ് കൺട്രി ഇൻ ദ തേർഡ് മാർക്കറ്റ്. ഓക്കെ. സെയിം കോൺസെപ്റ്റ് ആണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. മീൻസ് ക്വസ്റ്റ്യനിലുള്ള ആ ഒരു ചെറിയ സ്റ്റേജിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ സെയിം തിയറിയിൽ നിന്ന് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ. ഇതാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള എക്സാമ്പിൾ, ഇപ്പൊ 100-ൽ 0.1% മാത്രം ഞാൻ ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ടായിരിക്കുള്ളൂ. ഇതിനെക്കാട്ടിലും ഒരുപാട് 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 കാര്യങ്ങൾ നമ്മളടുത്ത് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യനിൽ കണ്ടുവരാറുണ്ട്. ഓക്കെ. അപ്പം നിങ്ങളിപ്പോ പ്രിപ്പറേഷൻ ഈ ഒരു 3 മാസം ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഐഫറിന്റെ കൂടെ ജോയിൻ ചെയ്യുക. അപ്പം ഇതിൽ നമ്മൾ സ്പെസിഫൈഡ് ആയിട്ട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ PYQ ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് PYQ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ JRF ക്ലബ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്ലസ് നമ്മുടെ ഡെയിലി ടെസ്റ്റ്, നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡെയിലി ടെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ആപ്പിൽ വന്നുകൊണ്ടേയിരിക്കും. പേപ്പർ 1ഉം പേപ്പർ 2. അപ്പം നമ്മൾ ഓരോ ദിവസം 10 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഇങ്ങനെ ഗോ ത്രൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് നമ്മുടെ പേപ്പർ 1 ഇങ്ങനെ, പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ മൈൻഡിലേക്ക് വരും. ഓക്കെ. ഇനി ഇത് കൂടാതെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ക്ലിയർ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളിപ്പം ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കാനുള്ള മൂഡില്ല എന്നൊക്കെ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ ദിവസവും വരും. കൂടാതെ നമുക്ക് വീക്ക്ലി മെഗാ മോക്ക് ടെസ്റ്റ്, മന്ത്ലി മോഡൽ എക്സാം, മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റ്, മന്ത്ലി മോഡൽ എക്സാം ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ARF എക്സാം ഒക്കെ ഉണ്ടായിരിക്കട്ടെ. ARF എക്സാം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏറ്റവും സ്പെഷ്യലി നമ്മളൊരു ഫീച്ചറിൽ
ഉള്ള ഒരു എക്സാം ആണ് ARF എന്ന് പറയുന്നത്. നമ്മൾ നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നെറ്റ് എക്സാമിന്റെ പാറ്റേൺ എന്തായിരിക്കും എന്നൊക്കെ ഒരു പ്രഡിക്ഷൻ ഒക്കെ നടത്തുന്ന ARF എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ വട്ടം നെറ്റ് ഓർ JRF ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ JRF എക്സലൻസ് ബാച്ചിന്റെ അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. സോ നിങ്ങൾ JRF എക്സലൻസ് ബാച്ചിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. സോ നിങ്ങൾ എക്കണോമിക്സിന്റെ കേസിൽ പറയുകയാണ് എങ്കിൽ ഒട്ടും നിങ്ങൾ എന്താവരുത്, വറീഡ് ആവരുത്. ആ ഒരു ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആ ഒരു സിലബസോ കാര്യങ്ങളോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഏരിയ അനലൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ ഷുവർ ആയിട്ടും നിങ്ങൾ ക്വാളിഫൈഡ് ആകും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് എന്താണ് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി മാറ്റേണ്ട സമയമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ക്വാളിഫൈ. ഓക്കെ, നമ്മുടെ JRF എക്സലൻസ് നമ്മുടെ ഈ ഒരു ഡിസംബർ എക്സാം വരെയുള്ള ബാച്ച് ആണ് കേട്ടോ. JRF എക്സലൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസിന് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഫോർ ടുഡേ. അപ്പം എല്ലാവർക്കും എക്സാം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്ത് ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ.